എമ്പുരാൻ എന്ന പേര് കേട്ട് ഏതോ തമ്പുരാന്റെ കഥയാണെന്ന് കരുതിയവരുണ്ടോ? എന്നാൽ തെറ്റി. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചരിത്രം മറച്ചുപിടുക്കാനുള്ളതോ വളച്ചൊടിക്കാനോ ഉള്ളതല്ലെന്ന് ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ടാണ് എമ്പുരാൻ ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ചിലരല്ല, സംഘപരിവാർ. അക്കൂട്ടരെ അസ്വസ്ഥപ്പെടുത്തുന്നത് സ്വാഭാവികം മാത്രം. എമ്പുരാൻ പുറത്തിട്ടത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഹിന്ദുത്വ ഭീകരതയുടെ ചരിത്രമാണ്. എമ്പുരാൻ റിലീസായതിനു പിന്നാലെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ അനുകൂലികൾ രംഗത്തുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വൻതോതിലുള്ള സൈബർ ആക്രമണവും അധിക്ഷേപവും അസഭ്യവും ചെയ്യുന്നത്. ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ എമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട്. നിരവധി സംഘപരിവാർ അനുകൂലികൾ എമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട്. മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും തിരക്കഥാകൃത്ത് വെള്ളിഗോപിയുടെയും പോസ്റ്റുകൾ താഴെയും അധിക്ഷേപ ഭീഷണി പരാമർശങ്ങളുണ്ട്. ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം തുറക്കപ്പെട്ടത്. രാജപ്പൻ മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയും വീണ്ടും പരീക്ഷിക്കുകയാണ് എന്നൊക്കെയാണ് കമന്റ്. ജിഹാദികളുടെ പണത്തിരികെ പറക്കുന്ന കടലാസ്പരമായി മോഹൻലാൽ എങ്ങനെ മാറി എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. ജിഹാദികളെ ഓർക്കുക, നിങ്ങൾ നരകത്തിലെ വിറകുകൊള്ളി കൊണ്ടാണ് തലചൊറിഞ്ഞിരിക്കുന്നതെന്നും കുറിച്ചുണ്ട്. ബാബു ബജ്രംഗി എന്ന ഭീകരനെ ചരിത്രബോധമുള്ളവർ മാറ്റില്ല. 2 പതിറ്റാണ്ടുകളിലധികം വിശ്വഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും ഗുജറാത്ത് ഘടകത്തിന്റെയും ശിവസേനയുടെയും നേതാവായിരുന്നവൻ. 2007 പെഹൽഗാം നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷൻ നാം മാറ്റില്ല. ആ ഓപ്പറേഷനോട് പുറത്തായ ബജ്രംഗിയുടെ ഭീകരമുഖം ഇന്ത്യ കണ്ടതാണ്. ആ മുഖമാണിന്ന് എമ്പുരാൻ സിനിമയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. ഹാറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ മങ്കുട്ടത്തിൽ എംഎൽഎ. കാശ്മീർ ഫൈസും കേരള സ്റ്റോറിയും തുടങ്ങി നാട്ടിൽ കിടക്കാത്ത തുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ തന്നെയാണ് എമ്പുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത്. സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ നേർക്ക് തുപ്പേണ്ടതും രാഹുൽ മങ്കുട്ടത്തിൽ. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖമെന്ന് PM ആർഷോ. എമ്പുരാൻ ഗുജറാത്ത് കലാപത്തിന്റെ ഓർമ്മയിൽ തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയവും വിദേശ ഗൗരവവും ഉൾപ്പെടെ പരന്നു കിടക്കുന്ന തിരക്കഥയാണ്.